ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിൽ ഒരുപാട് അപ്ഡേറ്റ്സ് നടന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. യു കെയിൽ ഇലക്ഷൻ കഴിഞ്ഞു. 14 വർഷങ്ങൾക്ക് ശേഷം ലേബർ പാർട്ടി ഭരണത്തിലേക്ക് തിരിച്ചു വരികയാണ്. സർ കെയർ റോഡ്നി സ്റ്റാമർ ആണ് പുതിയ പ്രൈം മിനിസ്റ്റർ ഓഫ് യു കെ, യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. അവിടെ ഇന്ത്യൻ വംശജനായ ഋഷി സുനകിൻ്റെ ഭരണം അവസാനിച്ചിരിക്കുന്നു. പുള്ളി കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷങ്ങൾക്ക് ശേഷം ലേബർ പാർട്ടി ഭരണത്തിലേക്ക് എത്തുകയാണ്. ഇതിൽ മലയാളികൾക്ക് സന്തോഷിക്കാനുള്ള ന്യൂസുമുണ്ട്. മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു MP ലണ്ടനിൽ എത്തുകയാണ്. ലണ്ടനിൽ ഒരു ഫസ്റ്റ് കേരള മെമ്പർ ഓഫ് പാർലമെൻറ്റ് വരികയാണ്. അത് മലയാളിയാണ്. ശരിക്കും മലയാളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് പഠനവും വിദ്യാഭ്യാസവും എല്ലാം. അതിനുശേഷം യു കെയിൽ ജോലിക്ക് പോയ ഒരു നേഴ്സാണ്. അവിടെ നേഴ്സിങ്ങിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം ലേബർ പാർട്ടിയിൽ ഈ ലേബർ റൈറ്റ്സിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത ആൾ പിന്നീട് ഇലക്ഷനിൽ നിൽക്കുകയും ആഷ്ബേൺ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഇലക്റ്റഡ് ആവുകയും ചെയ്തു. അപ്പോൾ അത് മലയാളികൾക്കൊരു അഭിമാന നിമിഷമാണ്. സോജൻ എന്ന് പറയുന്ന MP ഫ്രം കോട്ടയംകാരനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ ഇമിഗ്രേഷനെയും സ്റ്റുഡൻറ്റ് വിസയും കെയർ വിസയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ചധികം തീരുമാനങ്ങൾ പുതിയ ലേബർ പാർട്ടി എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ മീറ്റ്സ് പ്രോഗ്രാം 3000-ഓളം ഇന്ത്യൻസിന് യു കെയിൽ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സിനെ പറ്റിയും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യത്തേത്, കൺവേർഷൻ റേറ്റ് ഓഫ് GBP ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ വാല്യൂ കൂടിയിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി കൺവേർഷനിൽ 106.92 ആണ് ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കൺവേർഷൻ വാല്യൂ. നേരത്തെ 100, 101, 102 ഒക്കെ ആയിരുന്നു. ഇലക്ഷന് ശേഷം ആ വാല്യൂ ഓഫ് പൗണ്ട് കൂടിയിട്ടുണ്ട്. അതായത് ലോകത്ത് ഉള്ളവരും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ജനതയൊക്കെ ഈ ഇലക്ഷനെ പോസിറ്റീവായിട്ട് കാണുന്നു. എപ്പോഴും ഒരു ഇലക്ഷനിൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി വരുമ്പോൾ ആ ഗവൺമെൻറ് കൂടുതൽ സ്റ്റേബിളാണ് എന്നുള്ള സൂചന കിട്ടും. അപ്പോൾ അതുവഴി ആ കറൻസിയുടെ വാല്യൂവും ആ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ വളരുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇലക്ഷൻ വിക്ടറി ലേബർ പാർട്ടിക്കും യു കെക്കും ഒക്കെ ഗുണകരമായി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുക ആദ്യത്തെ ഒരു റിസൾട്ടിൽ നിന്ന്. അപ്പോൾ ഈ കൺവേർഷൻ റേറ്റ് ആണ് ഒരു സൂചിക. അത് പോസിറ്റീവായിട്ട് യു കെക്ക് ഭവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇമിഗ്രേഷന് അതുപോലെ സ്റ്റുഡൻറ്റ് വിസ ആൻഡ് കെയറർ വിസ ഇതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അതായത് വലിയൊരു മേജർ ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പോസിറ്റീവാണ് എന്ന് തന്നെ കാണാം. ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എടുത്ത് മാറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അഫക്റ്റ് ചെയ്യത്തില്ല. ഈ ലേബർ പാർട്ടി മാനിഫെസ്റ്റോയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നവർക്ക്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഹൗസിംഗ് ക്രൈസിസിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരുമെന്നാണ് ഈ ഗവൺമെൻറ് പറയുന്നത്. സ്റ്റാമർ പറയുന്നത് ഹൗസിംഗ് ക്രൈസിസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വേണ്ട നടപടികൾ എടുക്കുമെന്നാണ്. 15 ലക്ഷത്തോളം പുതിയ വീടുകൾ പണിയും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ 15 ലക്ഷത്തോളം പുതിയ വീടുകൾ പണിയുമെന്ന് പറയുമ്പോൾ 3 ലക്ഷം വീടുകൾ ഒരു വർഷം പെർ ഇയർ പണിയും എന്നുള്ളതാണ് അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അടുത്തതായിട്ട് ടാക്സ് ഹൈക്കിനെ പറ്റിയാണ്. ലേബർ പാർട്ടി പറയുന്നത് ടാക്സിൻ്റെ ഹൈക്ക് ഉണ്ടാവില്ല, ടാക്സ് ഇനി കൂടുതൽ വർദ്ധിപ്പിക്കുകയില്ല എന്നാണ് ലേബർ പാർട്ടി മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത്. എന്നാലും സ്ലൈറ്റായിട്ട് ടാക്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് അവിടുത്തെ എക്കണോമി പറയുന്നതും. എക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ലൈറ്റ് ടാക്സ് ഹൈക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും അവരതൊരു വലിയ വർധനവിന് തടയിടും എന്ന് തന്നെയാണ് അവരുടെ മാനിഫെസ്റ്റോയിലുള്ളത്. അപ്പം വലിയൊരു ടാക്സ് ഹൈക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്തതായിട്ട് NHSനെ ബാധിക്കുന്നതാണ്. അതായത് അവിടുത്തെ ഹെൽത്ത് സെക്ടറിനെ ബാധിക്കുന്ന ഒരു അപ്ഡേറ്റാണ് NHSൽ 4000-ഓളം പുതിയ ആൾക്കാരെ ഹയർ ചെയ്യും എന്നാണ്, പുതിയ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കറണ്ട് NHS ബ്രോക്കൺ ആണ്, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് ലേബർ പാർട്ടി പറയുന്നത്. അടുത്തതായിട്ട് സാലറി ഹൈക്ക് ഉണ്ടാവണം എന്നാണ് എല്ലാ ലേബർ യൂണിയനുകളും പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവർ വർക്ക് ചെയ്യും. അപ്പം സാലറി ഹൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ജോലിയിലും വർക്ക് ചെയ്യുന്നവർക്ക് സാലറിയിൽ വ്യത്യാസമുണ്ടാകും, ഒരു മിനിമം സാലറിയിൽ വ്യത്യാസമുണ്ടാകും. എല്ലാവരുടെയും മിനിമം വേജസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ലേബർ യൂണിയനുകളെല്ലാം അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ലേബർ പാർട്ടി ഭരണത്തിൽ വരുന്നതുകൊണ്ട് ലേബർ യൂണിയനുകളെ കേൾക്കാനുള്ള
ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് സാലറി ഹൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ബ്ലോക്കിംഗ് നോൺ ഇല്ലീഗൽ എൻട്രൻസ്, അതായത് ടെററിസ്റ്റുകളും ക്രിമിനൽസും അങ്ങനെയുള്ളവരും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് UK കടന്നു വരുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ എടുക്കും. അതിനായിട്ടൊരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ തടയും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത്. അതും നല്ലതാണ്. അടുത്തതായിട്ട് യങ് പ്രൊഫഷണൽ സ്കീമിനെ പറ്റിയാണ് പറയുന്നത്. 18-30 വയസ്സിന് ഇടയ്ക്കുള്ള ഇന്ത്യക്കാർക്ക് UK കടന്നു വരാൻ സാധിക്കും 2 കൊല്ലത്തെ വർക്ക് വിസയിലേക്ക്. അപ്പോൾ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാലറ്റ് ഓപ്പൺ ആവുന്നത് 16 ജൂലൈ ഉച്ചയ്ക്ക് 1:30 18 ജൂലൈ ഉച്ചയ്ക്ക് 1:30 വരെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഇതിനിടയ്ക്ക് വേണം ആപ്ലിക്കേഷൻസ് ഇടാനായിട്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായും UK വർക്ക് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം മിസ് ചെയ്യാതിരിക്കുക. 3000 ഇന്ത്യക്കാർക്കാണ് ഈ അവസരം. 18-നും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. UK എഡ്യൂക്കേഷൻ സെക്രട്ടറി മിസ് ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ പറയുന്നത് അവിടെ ടീച്ചിങ് ഒഴിവുകൾ ഉള്ളതെല്ലാം നികത്തുമെന്നാണ്. എത്രയും പെട്ടെന്ന് അതിനായിട്ടുള്ള ഹയറിങ് നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട ഫണ്ട്, കൂടുതൽ ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള ഫണ്ട് സ്റ്റുഡൻസ് അടയ്ക്കുന്ന ഫീസിൽ നിന്ന് ടാക്സായിട്ട് കൂടുതൽ അതിൽ നിന്ന് പിരിച്ചെടുത്ത് അതിൽ നിന്നായിരിക്കും അതിലേക്കുള്ള ഈ പുതിയ ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള ഫണ്ട് ഇവർ തയ്യാറാക്കുക എന്നാണ് എഡ്യൂക്കേഷൻ സെക്രട്ടറി പറയുന്നത്. അടുത്തതായിട്ട് ഈ ഗവൺമെൻറ് പറയുന്നത് ഇൻസൈഡ് പീപ്പിളിനെ ട്രെയിൻ ചെയ്യുന്നതാണ്. അതായത് അവിടുത്തെ തദ്ദേശീയരെ, അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ വേരിയസ് സ്കിൽസിലൂടെ ട്രെയിൻ ചെയ്ത് അവരെ ജോബ് മാർക്കറ്റിൽ റെഡിയാക്കും. കൺസ്ട്രക്ഷൻ, IT, എഞ്ചിനീയറിംഗ്, സോഷ്യൽ വർക്ക്, ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ, ഇതിലെല്ലാമാണ് ഏറ്റവും ഷോർട്ടേജ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ ട്രെയിനിങ് കൊടുത്ത് അവിടുത്തെ ആൾക്കാരെ തന്നെ വീണ്ടും ജോലിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നമുക്കറിയാം അവിടുത്തെ ഗ്യാപ്പ് വളരെ കൂടുതലാണ് ഈ മേഖലകളിൽ. ഞാൻ എല്ലാ മേഖലകളിലും UK നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. IT, എഞ്ചിനീയറിംഗിൽ സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലതാണ്. എപ്പോഴും ഹെൽത്തും എഡ്യൂക്കേഷനിലും ഇമ്മൻസ് ഓപ്പർച്യൂണിറ്റീസ് UK അപ്പോൾ ആ മേഖലകളിൽ തീർച്ചയായും പഠിക്കുന്നവർക്ക് UK ഒരു പ്രോബ്ലമുള്ള ഒരു കൺട്രി ആവത്തില്ല ഒരിക്കലും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ചാൻസ് ഉള്ള മേഖലകൾ, അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലകളിലും ഇനഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൺസ്ട്രക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് IT നിങ്ങൾ സ്മാർട്ട് ഇനഫ് ആണെങ്കിൽ മാത്രമേ UK പഠിക്കാൻ തീരുമാനിക്കാവുള്ളൂ. കാരണം അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. എന്നാലും ഈ പറഞ്ഞ കോഴ്സുകൾക്കൊക്കെ ഹെൽത്തും എഡ്യൂക്കേഷനും ഒക്കെയാണ് ഏറ്റവും ചാൻസ് ഉള്ളത്. അപ്പോൾ അവിടെ അവരങ്ങനെ ഇൻറ്റേർണലായിട്ട് ട്രെയിൻ ചെയ്ത് അവരെ തന്നെ ജോലിക്ക് കയറ്റാൻ ശ്രമിക്കുമെങ്കിലും അതുകൊണ്ടൊന്നും പെട്ടെന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഇമിഗ്രൻസിന് ആവശ്യമുണ്ട്. അപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ ഈ മേഖലകളിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. റുവാണ്ട പ്ലാൻ ഒരു വലിയ പ്ലാനായിരുന്നു. അതായത് അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയൊക്കെ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കാനുള്ള നീക്കങ്ങൾ അതിനായിട്ട് ഒത്തിരി പ്ലാൻ ചെയ്തു. നമ്മുടെ ഋഷി സുനകും ബോറിസ് ജോൺസണും ഒക്കെ നേരത്തെ ഭരിച്ചവർ. പക്ഷേ അതിന് വേണ്ട ആ നടപടിക്രമങ്ങളൊക്കെ വേസ്റ്റായി. അത് ശരിക്കും നടക്കാൻ പാടാണ് എന്നാണ് പുതിയ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ അത് സ്ക്രാപ്പ് ചെയ്ത് കളയാണ്. അപ്പോൾ റുവാണ്ട പ്ലാനിന് പകരം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ടൈറ്റ് ആക്കാനാണ് അവരുടെ പ്ലാന്. MI5ഉം അങ്ങനത്തെ ഏജൻസികളെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഇല്ലീഗൽ ഇമിഗ്രൻസും ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ UK വരുന്നത് തടയാനും അങ്ങനെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ തടയിടാനും ഒക്കെ ശ്രമിക്കും. അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് സ്റ്റാമറിൻ്റെ ഗവൺമെൻറ് പറയുന്നത്. കേരള വിസയിലേക്കുള്ള കുറേ സ്കാം നടന്നറിയാം. കുറേ മലയാളികളുടെയും പൈസ പോയതും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നല്ലപോലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ സ്കാമുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ ക്ലീനപ്പ് ചെയ്യും സിസ്റ്റം എന്നാണ് അവകാശപ്പെടുന്നത് പുതിയ പ്രധാനമന്ത്രി. അതുപോലെ 28 ഇന്ത്യൻ വംശജരാണ് പാർലമെൻറ്റിലേക്ക് UK തിരഞ്ഞെടുക്കപ്പെട്ടത്. അതൊരു സന്തോഷ വാർത്തയാണ്. ഇപ്പോൾ ഇന്ത്യക്കാരെല്ലായിടത്തും ഉണ്ടല്ലോ. അങ്ങനെ 28ഓളം ഇന്ത്യൻ വംശജരാണ് ഇക്കുറി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോജൻ ജോസഫ് കോട്ടയംകാരനാണ് പാർലമെൻറ്റിലേക്ക് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ്സ് കഴിയുകയാണ്. UK ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും അയർലൻഡിൻ്റെയും ഒക്കെ അപ്ഡേറ്റ്സ് ഇനിയും ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.